മക്കളെ ഇന്നലെ ബീഫിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഇറാൻ്റെ അപ്ഡേറ്റുകളൊന്നും വേണ്ട പോലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നലെ ബീഫ് തപ്പി നടന്ന് മടുത്ത്. ഒന്നാമത് നോമ്പ്, ബീഫ് എവിടെയും കിട്ടാനില്ല. മുസ്ലിങ്ങൾ ഓൾമോസ്റ്റ് പറ്റുന്ന ആൾക്കാരൊക്കെ ബീഫൊക്കെ വീട്ടിൽ വാങ്ങി. പിന്നെ ഈ വീഡിയോ ഇമ്മാതിരി കേരള സ്റ്റോറി ഇമ്മാതിരി ഓരോ സാധനം പടച്ചു വിട്ടപ്പോഴേ എല്ലാവർക്കും ബീഫ് കഴിക്കാനേ തോന്നല്. കാരണം ആൾക്കാർ പരക്കം പായ ബീഫിന് വേണ്ടിയിട്ട് നാട്ടിൽ ബീഫ് കിട്ടുന്നില്ല എന്ന്. ബീഫ് മുതലാളിൻ്റെ വീട്ടിൽ കല്യാണത്തിന് എത്തിയെന്ന് പറഞ്ഞു മക്കളൊക്കെ കെട്ടിച്ചു കൊടുക്കാണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഡിമാൻഡല്ലേ ബീഫിൻ്റെ മുതലാളി ആരാ? ബീഫ് കച്ചവടക്കാരൻ ആരാ നിങ്ങളെ വിചാരം? ഏതായാലും ബീഫ് തിരഞ്ഞിട്ട് ഏതായാലും നോമ്പ് നോൽക്കണ അല്ലെങ്കിൽ നോമ്പുള്ള മുസ്ലിങ്ങൾ കുറേയൊക്കെ ബീഫ് വാങ്ങിച്ച്, പിന്നെ ബാക്കി നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇന്ന് ഏതായാലും വേണ്ടില്ല, ഇന്ന് ബീഫും പൊറോട്ടയും കഴിക്കണം. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ റീലുകൾ കുറേ പേര് റീലിട്ട് ഇങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ പൊറോട്ട ഞാനും ഇട്ടിരുന്നിട്ടോ. പൊറോട്ടയും ബീഫും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കണ്ട് സംഘികൾ വരെ ബീഫും തിരഞ്ഞ് നടന്നു എന്നല്ല പറഞ്ഞിട്ട്. സംഘികളുടെ വീട്ടിൽ തന്നെ നല്ല പൊറോട്ടയും ബീഫും ആയിരുന്നു. ഇതിങ്ങനെ കണ്ട് വെള്ളമൊലിച്ചോണ്ടിരിക്കുകയല്ലേ. ഏതായാലും ബീഫിൻ്റെ കൂടെ പോയപ്പോഴേ നമ്മൾ ഇറാൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇന്നലെ നടന്ന ചില ആവേശകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇറാനും റഷ്യയും നമ്മൾ ഇന്നലെ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇറാനും റഷ്യയും അടുക്കുന്നതിനെ പറ്റിയില്ല. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, വെറുതെ സൈഡിലൊരു കുത്തിയാൽ മതി, അത് ചെയ്തിട്ട് കാണുക. മാക്സിമം ഞാൻ വിചാരിച്ചത് ഈ നോമ്പ് കഴിയുന്നതിന് മുമ്പെങ്കിലും ഒരു 200K ക്രോസ് ചെയ്യണമെന്ന്. എനിക്ക് നല്ല മെച്ചമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ക്രോസ് ചെയ്താൽ എനിക്ക് നല്ല മെച്ചമുണ്ടാവും. അതൊക്കെ ഉണ്ടാക്കില്ല എന്നല്ല, അപ്പം അതിന് വേണ്ടിയിട്ടോ പറയുന്നത്. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാം. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഹോർമോസ് കടലിടുക്കിലുണ്ടായിട്ടുള്ള അവരുടെ ആയുധ അഭ്യാസങ്ങളെക്കുറിച്ചും അമേരിക്കൻ കപ്പൽ വരെ ഷിപ്പ് വരെ ഹൈജാക്ക് ചെയ്യുന്ന ചില പ്രത്യേകതര വീഡിയോസും നമ്മൾ ഇന്നലെ കണ്ടു. നമുക്ക് ഏതെങ്കിലും വീഡിയോയിലോട്ട് പോവാം. വാ. ഇറാനും റഷ്യയും ഇന്നലെ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു സൈനിക അഭ്യാസ പ്രകടനത്തിന് ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇറാൻ്റെ ബദർ അബ്ബാസ് തീരത്ത് ഇറാനും റഷ്യയും തങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങളായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. കടലിനെ കീറി മുറിച്ച് പടക്കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആകാശത്ത് ഗർജിക്കുന്ന ഹെലികോപ്റ്ററുകൾ തിരിച്ചും മറച്ചും പാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു അമേരിക്കൻ ക്രൂയിസ് കപ്പൽ, അതായത് ക്രൂയിസ് കപ്പൽ എന്നുള്ള അമേരിക്കൻ ഒരു ജെറ്റ് കാരിയറിനെ ഹൈജാക്ക് ചെയ്യുന്ന വീഡിയോയുടെ ഡെമോ വരെ അവർ ഈ ഇന്നലത്തെ ഈ ഒരു പ്രോഗ്രാമിൽ കാണിച്ചിട്ടുണ്ട്. അതായത് തട്ടിക്കൊണ്ടുപോയിട്ട് കപ്പലിലേക്ക് മിന്നൽ വേഗത്തിൽ ഇരച്ച് കയറുന്ന എലൈറ്റ് കമാൻഡേഴ്സ് കൃത്യമായി പ്രഹരശേഷിയും ഒത്തുചേർന്ന ഒരു മോക്ക് റെസ്ക്യൂ ഓപ്പറേഷൻ കൂടെ ഇവിടെ നടത്തിയിരുന്നു. അൽവന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രോയറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കം അതിശയിപ്പിക്കുന്ന ഏകോപനത്തോടു കൂടിയാണ് ഇന്നലത്തെ അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു പൂള് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് വെറും ഒരു പരീക്ഷണമല്ല, മറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആണവ വിഷയങ്ങളിലെ തർക്കങ്ങൾ മുറുകുന്നതായ സാഹചര്യത്തിൽ വളരെ വ്യക്തമായിട്ട് വാഷിങ്ടൺ ഇറാൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനെയും പ്രതിരോധിക്കാനും അതിനെ അതിശക്തമായിട്ട് അതിനെ തിരിച്ചടിക്കാനും കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ റഷ്യനെ പോലത്തെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മറ്റ് കൺട്രീസും ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനമായിരുന്നു ഇന്നലെ ഈ കടലിടുക്കിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ളത് അൽവന്ത് ഡിസ്ട്രോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ഒരു കപ്പലായിരുന്നു. അതായത് ഈ ഓപ്പറേഷന് തന്ത്രപ്രധാനമായുള്ള നേതൃത്വം നൽകിയത് ഇറാൻ്റെ ഈ ഒരു കപ്പലാണ്. ഇതിൽ റഷ്യയുടെ പങ്കാളിത്തം പറയുകയാണെങ്കിൽ റഷ്യയുടെ സ്റ്റോയ്ക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഷ്യൻ യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യമായിരുന്നു ഇതിൽ മറ്റ് കൂടുതലായിട്ട് ഇതിനെ ഈ ഒരു പ്രോഗ്രാമിന് ഒരു പ്രൗഢിയോ അല്ലെങ്കിൽ ഒരു ആ യഥാർത്ഥ ഒരു യുദ്ധഭീതിയൊക്കെ കൊടുത്ത രീതിയിലുള്ള മറ്റൊരു കപ്പൽ ഇതായിരുന്നു. ഈ സഖ്യത്തിന് എത്രത്തോളം ആയം ഈ രണ്ട് കപ്പലുകളും കൂടി ചേർന്ന് ഈ രണ്ട് സേനാ നേതാക്കളും അല്ലെങ്കിൽ അവിടുത്തെ സൈനികരും കൂടി ചേർന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രദർശനം വളരെ അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഹോർമോസ് കടലിടുക്കിൽ നിയന്ത്രണം കംപ്ലീറ്റ്ലി ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഇറാൻ വിളിച്ചോതുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അഭ്യാസ പ്രകടനം. ഏതായാലും വീഡിയോസിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇതിന് കൂടുതൽ വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ബീഫിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇതിൻ്റെ കാര്യം കുറച്ചൊന്നും അങ്ങോട്ട് മറന്നുപോയി, അതാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും മറ്റ് ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇതേ സ്ഥാനത്ത് തന്നെ അമേരിക്കയുടെ യുദ്ധഭീഷണികൾക്കിടയിലാണ് ഇറാൻ്റെ
ആണവ ഏജൻസി മേധാവിയായിട്ടുള്ള മുഹമ്മദ് ഇസ്ലാമി ശക്തമായിട്ടുള്ള ഒരു പ്രതികരണവുമായിട്ട് നല്ല രംഗത്ത് വന്നിട്ടുണ്ട്. ആണവ സമ്പുഷ്ടീകരണ അവകാശത്തെ തടയാൻ ആർക്കും അധികാരമില്ലെന്നും രാജ്യം ആണവ സാങ്കേതിക വിദ്യയിൽ വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞു എന്നാണ് പുള്ളി അവകാശപ്പെട്ടിട്ടുള്ളത്. അതായത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ, ഹെവി വാട്ടർ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഇറാൻ ഇപ്പോഴും മുൻപന്തിയിലാണെന്നും പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ രഹസ്യ ആണവ പരീക്ഷണത്തിൻ്റെ അഭ്യൂഹങ്ങൾ, അങ്ങനെ ചില വാർത്തകൾ ഞാൻ മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു അല്ലേ. ചില ഭൂകമ്പത്തിൻ്റെ ഡീറ്റെയിൽസ് ആ സെയിം കാര്യം ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്നലെ ഇറാൻ്റെ തീരത്ത് ഈ പറഞ്ഞ ബുഷേർ ആണവ നിലയത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് 5.5 മാഗ്നിറ്റ്യൂഡ് വരുന്ന തരത്തിലുള്ള എർക്കോയ്ക്ക് ഇന്നലെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പുള്ളി വന്നിട്ട് ഈ മുഹമ്മദ് ഇസ്മായിലി വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ആണവ ശക്തി അല്ലെങ്കിൽ ആണവ ഊർജ സമ്പുഷ്ടീകരണം കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് ഇത്തരത്തിലുള്ള അടിക്കടി വരുന്ന ഈ ചെറിയ ഭൂചലനങ്ങൾ അത് എത്രത്തോളം വലിയ ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ ഇറാൻ ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസ് പരീക്ഷിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം കഴിഞ്ഞൊരു 10 ദിവസം, കഴിഞ്ഞ 13-ാം തീയതി തുടങ്ങിയതാണ് ഈ ഭൂചലനങ്ങൾ ഈ ഏരിയയിൽ. ആ 13-ാം തീയതി തുടങ്ങുന്നത് 19-ാം തീയതി വരെ ആകുമ്പോഴേക്കും അധിക ദിവസങ്ങളിലും ചില സമയങ്ങളിൽ മാത്രമാണ് ഈ ഭൂചലനം ഉള്ളത്. അത് 4.5, 4.9, ഇപ്പോൾ 5.5 വരെ മാഗ്നിറ്റ്യൂഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വ്യക്തമാണ് എവിടോ ഞാൻ എൻ്റെ ഒരു തോന്നൽ പറയട്ടെ, പരീക്ഷണം അവർ നടത്തുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയണോ സക്സസ് ആയണോ എന്നറിയില്ല. പരീക്ഷണങ്ങൾ ഇറാൻ പല രീതിക്കും നടത്തുന്നുണ്ട്. ഇന്നലത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അവരുടെ ഈ ആണവ നിലയത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ്, അതായത് 2 ദിവസം മുമ്പ് കണ്ടത് കട്ട കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ മണൽ തിട്ട കൂമ്പാരമാണ് കൂട്ടിയിടുന്നത്. അതെന്തിനാണ്? വലിയ ബോംബാക്രമണങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ഉള്ളിലോട്ട് പ്രഹരശേഷി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത്, ആ ഒരു തുരങ്കത്തിൻ്റെ അകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണെന്ന് ഒരാൾക്ക് പോലും, ഈവൻ അമേരിക്കയുടെ ഏതൊക്കെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ഇതിൻ്റെ അകത്തോട്ട് ഒരു സാധനം കാണാനും പോകുന്നില്ല. കാണിക്കാത്ത രീതിയിലാണ് ഇപ്പം ഇറാൻ ഇവിടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ചില അഭ്യൂഹങ്ങൾ പറയുന്നത്, അതായത് 21-ാം തീയതി, ഇന്നിപ്പോൾ 20, നാളെ 21-ാം തീയതി, നാളത്തോടുകൂടി ഇറാൻ ആക്രമിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്ക ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്രമണം ഉണ്ടാവും, അതായത് റമദാൻ്റെ 3-ാമത്തെ ദിവസം ആക്രമണം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പല ഇൻ്റർനാഷണൽ ചാനലുകളും പത്രങ്ങളും ന്യൂസും പല വിദഗ്ധരും പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം ഇറാൻ ഏത് രീതിയിൽ പ്രതിരോധിക്കും, റഷ്യ ചൈന ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യും, മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്. നിയറസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് എല്ലാ കൺട്രീസിലും നോമ്പ് നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ സമയത്ത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തീർന്നു തന്നെ പറയാം. വലിയ രീതിയിൽ തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. യുദ്ധം ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. നടക്കാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.